ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം കശ്മീരിൽ നിന്നാണ്. കശ്മീരിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരുടെ വീട് കശ്മീരിലെ പൂഞ്ചിൽ സുരൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മലയുടെ മുകളിലാണ്. ഇവരുടെ വീട്ടിലേക്ക് ഏകദേശം 2 മണിക്കൂർ നേരം കാൽനടയായി സഞ്ചരിച്ച് വേണം എത്തിച്ചേരാൻ. അപ്പം ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് സഞ്ചരിച്ച് അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ അവർ പറഞ്ഞു, ഒരു 5-6 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ ഈ മലയുടെ ഏറ്റവും ഉയരത്തിലെത്താം, നമുക്ക് പോയി നോക്കിയാലോ, ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോകാം എന്ന് പറഞ്ഞു പോയി. ഒരു 3-4 മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു. കുത്തനെയുള്ള കയറ്റാണ്, ആകെ ക്ഷീണിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, വെള്ളം കയ്യിലില്ല, കുറച്ച് വെള്ളം കുടിക്കണം, ദാഹിക്കുന്നുണ്ട്, വല്ലാത്ത ദാഹം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഒരു 1/2 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ നമ്മൾ അരുവിയിൽ എത്തിച്ചേരും. പക്ഷേ അങ്ങനെ എത്തിച്ചേരാവുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു വീട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീട്ടിലൊന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു, പിന്നെ ആ വീട് ആളില്ല. ഞാൻ പറഞ്ഞു, എന്തു ചെയ്താലും വേണ്ടില്ല, നമുക്ക് തിരികെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, എന്നാലും വേണ്ടില്ല, ഇപ്പോൾ വെള്ളം കിട്ടണം. അപ്പോൾ അവർ ആ വീട്ടിൽ പോയി ചാരി വെച്ച ഡോറ് തുറന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങളെല്ലാവരും വേണ്ടോളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാരിങ്ങനെ കയറി വരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ ഞങ്ങൾ ആ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടല്ലേ, എന്തിനാണ് ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുടിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നീട് അവർ ചായ തന്നു, റൊട്ടിയും കറിയും തന്നു, അവരുടെ എരുമയിൽ നിന്നുണ്ടാക്കുന്ന ലസ്സി തന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് 2-3 കുപ്പികളിൽ വെള്ളവും തന്നിട്ടാണ് ഞങ്ങളെ യാത്രയാക്കുന്നത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര നിഷ്കളങ്കരായ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല.